അങ്ങനെ ഞാൻ US എത്തി മക്കളെ. 17-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ള കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റിലാണ്. കൊച്ചിയിൽ നിന്ന് ഇൻഡിഗോയിൽ നേരെ ദോഹയിൽ നിന്ന് ന്യൂയോർക്ക്. ദോഹ ടൈം വെളുപ്പിന് 1 മണിക്കാണ് ഫ്ലൈറ്റ്. US ടൈം രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്യും. ഇത് പോകുന്ന വഴിക്ക് ദോഹ എയർപോർട്ടിൽ നിന്ന് വെച്ചിട്ട് ബിരിയാണി പടക്കുളമായിരുന്നു കഴിച്ച് വയറ് മൊത്തം വൃത്തികേടായി. എയർപോർട്ട് കാണാനും മൊത്തമുണ്ട്. അവിടെ ഇല്ലാത്ത ബ്രാൻഡുകളൊന്നും, എല്ലാ ബ്രാൻഡുകളുടെ ഷോറൂം ഓടുണ്ട്. നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. മഴയായിരുന്നു ഫ്ലൈറ്റിൽ. സൗന്ദര്യമായിട്ട് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഹെഡ്സെറ്റ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സിനിമകളും പാട്ടും എല്ലാം ഡോക്യുമെൻ്ററീസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഫുഡും എടുത്തു പറയേണ്ടൊരു ഇതായിരുന്നു. ഖത്തർ എയർവേസിലെ ഫുഡ് എന്ന് പറയുന്നത് അൺബിലീവബിളി ഫ്രഷ് ആയിരുന്നു, നല്ല ഹോട്ടായിരുന്നു. നല്ലോണം ഫുഡ് കഴിച്ചു. എനിക്ക് കാര്യം പറയണ്ടല്ലോ, 3-4 പേർക്ക് കഴിച്ചു. നൈറ്റ് റൈസ് ചിക്കൻ അവിടെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമുള്ള ഒരു മാപ്പാണ്. ലൈവായിട്ട് ഫ്ലൈറ്റ് അവിടെ ട്രാക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഫ്ലൈറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ആ സ്ക്രീനിൽ നമുക്ക് അറിയാൻ പറ്റും. അവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര ഹൈറ്റിലാണ് പോകുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ലൈവ് അപ്ഡേറ്റ്സ് നമുക്ക് സ്ക്രീനിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. ഞാൻ 2 സിനിമയൊക്കെ ഉണ്ട്. 14 മണിക്കൂർ ഫ്ലൈറ്റാണ്. രാവിലെയാണ് അതിൻ്റെ രാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടിയപ്പം എന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ്. 1-ാം തരം ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ അതിന്ന് രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തു. ജോൺ എഫ് കെന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇടങ്ങുന്നുള്ള ഇടങ്ങളൊക്കെയാണ്. ചുമ്മാ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് വലിയ രണ്ടത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ബസ്സിൽ കയറി എൻ്റെ ജോലി സ്ഥലത്തേക്ക് യാത്രയായിരുന്നു. ശരി, എന്നാൽ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം.